ഡോക്ടർ, എന്റെ അമ്മയ്ക്ക് പല്ലിപ്പുഴുപ്പ് വന്നപ്പം കാണിച്ചപ്പോൾ ഡോക്ടർ കൊടുത്ത ഒരു പേസ്റ്റ് ആണ്. അപ്പൊ എനിക്കും ചെറുതായിട്ട് ഇപ്പം പല്ലിപ്പുഴുപ്പുണ്ട്. അപ്പൊ ഞാനും ഈ പേസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഓരോരുത്തർക്കും പല്ല് പുളിപ്പിന്റെ പല റീസൺസ് ആണ്. അപ്പം റീസണ് നമ്മൾ നോക്കിയിട്ട് ആ ബേസിക് ആയിട്ടുള്ളതിനെ വേണം ട്രീറ്റ് ചെയ്യാം. ഇനിഷ്യലായിട്ടുള്ള പല്ല് തേയ്മാനങ്ങളൊക്കെ നമുക്ക് വന്ന് ഈ പേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഡീപ്പായിട്ടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പേസ്റ്റിൽ നമുക്ക് പറ്റത്തില്ല. അപ്പം കോമൺ ആയിട്ടുള്ള നമുക്ക് റീസൺസ് എന്ന് പറഞ്ഞാൽ അട്രീഷൻ, അബ്രേഷൻ, അബ്ഫ്രാക്ഷൻ, പല്ലുകൾ പോഴും, ഡെന്റൽ കേരീസ് കൊണ്ടാവാം, അല്ലെങ്കിൽ പല്ലിൽ പൊട്ടൽ കൊണ്ടാവാം. അതൊക്കെയാണ് പല റീസൺസും. അപ്പോൾ ഡിപ്പെൻസ് ഓൺ ദാറ്റ് റീസൺ നമുക്ക് ട്രീറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇനിഷ്യലായിട്ടുള്ള അട്രീഷൻ എന്ന് പറയുമ്പം രാത്രി പല്ല് കടിക്കുന്നവർ, പല്ല് തേയ്മാനവും നമ്മൾ പറയത്തില്ലേ, അതാണ് നമ്മൾ അട്രീഷൻ എന്ന് പറയുന്നത്. പല്ലും കൂടെ ഒരഞ്ഞു വരുന്നതാണ് അട്രീഷൻ. അപ്പം ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പേസ്റ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫില്ലിങ്ങിലോട്ട് പോവേണ്ടി വരും. സെർവിക്കൽ അബ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംപ്രോപ്പർ ബ്രഷിങ് കൊണ്ട് വരുന്നതാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യാത്തതുകൊണ്ട്, അപ്പം ടു മച്ച് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്യുന്നത് കൊണ്ടൊക്കെയാണ് വരുന്നത്. അത് മെയിനായിട്ട് വരുന്നത് നമുക്ക് പല്ലിൻ്റെ മോണയുടെ ആ ജംഗ്ഷനിലായിട്ടായിരിക്കും സെർവിക്കൽ അബ്രേഷൻ വരുന്നത്. അപ്പം അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജ് നമുക്ക് പേസ്റ്റ് കുഴപ്പമില്ല. പക്ഷെ ലേറ്റർ സ്റ്റേജസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫില്ലിങ് വേണ്ടി വരും. അങ്ങനെ. പിന്നെ ഇറോഷൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റിംഗ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ GERD ഗ്യാസോ ഈസോഫേഗസ് സിൻഡ്രോം ഉള്ളവർക്ക്, അപ്പം കഴിക്കുന്നതൊക്കെ വായിൽ വരുമ്പോൾ ആ ആസിഡ് റിഫ്ലക്സ് കൊണ്ടായിരിക്കും അവർക്ക് ഇറോഷൻ വരുന്നത്. പല്ലിൻ്റെ മുകളിലത്തെ ലെയർ, എനാമൽ ലെയർ വന്ന് റിമൂവ് ആയി പോവുകയാണ്. അപ്പം അതും ഇതേപോലെ തന്നെയാണ്, സിമിലർ പ്രൊസീജിയർ തന്നെ. പക്ഷെ എന്താണ് റീസൺ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വേണം ചെയ്യാൻ. പല്ല് പോട് കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിഷ്യൽ സ്റ്റേജൊക്കെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പം ഈ പല്ലിൻ്റെ പേസ്റ്റ് കൊണ്ട് നമുക്ക് പറ്റത്തില്ല. അപ്പം രേവതി ഒന്നൊന്ന് കൺസൾട്ട് ചെയ്യുക. നമുക്ക് എന്താണ് റീസൺ നോക്കിയിട്ട് നമുക്ക് അത് തക്കതായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാം. താങ്ക് യു ഡോക്ടർ. ഓക്കെ.